ജിസ്മോയുടെ മമ്മിയുടെ കളറാണ്. ഇപ്പം ജിസ്മോളുടെ മമ്മി നേരത്തെ ലിസി തോമസ്, അതെ അതെ, നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു, മുത്തോലി പഞ്ചായത്ത് മെമ്പറായിരുന്നു. പുള്ളിക്കാരത്തി ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതിൻ്റെ ബൈ ഇലക്ഷനിൽ ജിസ്മോൾ ആ വാർഡിലെ മെമ്പറായി. തലയിൽ കോട്ടയം നീരിക്കാട് അഡ്വക്കേറ്റ് ജിസ്മോളുടെ ആത്മഹത്യ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു അവരുടെ ശവമടക്കം. പാലാ പൂവത്തിങ്കൽ ഫാമിലിയാണ്. ഒരു കല്ലറയിൽ വല്യമ്മയുടെ, അതായത് ജിസ്മോളുടെ അമ്മയുടെ കല്ലറ, അമ്മയെ അടക്കിയ അതേ കല്ലറയിൽ തന്നെ ഈ മൂന്ന് പേരെയും മകളെയും കൊച്ചുമക്കളെയും അടക്കി. അതീവ സങ്കടം നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു. പക്ഷെങ്കില് ഈ മരണത്തെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഇതിനകത്ത് അടിമുടി ഭയങ്കര സംശയങ്ങളാണ് ഉളവാക്കുന്നത്. എൻ്റെ വീടിന്റെ അടുത്ത് ഒരു സംഭവമാണ്. ഒരു 2 കിലോമീറ്റർ 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഏരിയ, ജിസ്മോൾ പോയ ഏരിയയിലെല്ലാം CCTV ക്യാമറകളും ജനവാസ മേഖലയുമാണ്. ഈ ആറിന്റെ സൈഡിലൊക്കെ ജനവാസ മേഖലയുമാണ്. 2 കാര്യമാണ് എനിക്ക് സംശയം പറയാനുള്ളത്. ആദ്യമായിട്ട് വേലക്കാരിയുടെ ചില ഫോൺ സംഭാഷണങ്ങൾ. വേലക്കാരി പുള്ളിക്കാരത്തി അവിടെ തന്നെ അടുത്ത് നീർക്കാട് താമസിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ തന്നെ 2-3 ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പല യൂട്യൂബുകളിലും പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം മരണം നടന്നു, വാർത്തകളെല്ലാം അറിഞ്ഞു. അതിനുശേഷം ഈ പുള്ളിക്കാരത്തിൽ ഒരു വൈറലായിട്ടുള്ള ഒരു ഫോൺ കോൾ വന്നു. അതിനകത്ത് അവര് പറയുന്നത്, അവര് രാവിലെ വീട്ടിൽ വരുന്നു, ഈ കുട്ടി, അതായത് മരിച്ചുപോയ ജിസ്മോള് ബാത്റൂമിൽ നിന്ന് പറയുന്നു കുളിക്കുകയാണ്, ചേച്ചി പൊക്കോ, അവരെല്ലാം ആശുപത്രി പോയെന്നു. അതിനകത്ത് ഈ വീടെന്ന് പറഞ്ഞാല് ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടല്ല, വലിയ വീടാണ്. ഈ വീടിന്റെ ഏതോ മൂലയ്ക്ക് ഒരു ബാത്റൂം. അവിടെ നിന്ന് കഴിഞ്ഞാൽ വെളി വരുന്ന ആൾക്കാരെ പോലും അറിയത്തില്ല. അത് പോട്ട്. രണ്ടാമത് ഇവരുടെ വീട്ടില്, അതായത് ഈ വേലക്കാരിയുടെ വീട്ടില് പല യൂട്യൂബേഴ്സും വന്നു വീഡിയോ പിടിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി പറയുന്നത്, ഞാൻ വീട്ടിൽ വന്നായിരുന്നു, മരിച്ചുപോയ ജിസ്മോളുടെ വീട്ടിൽ വന്നായിരുന്നു, അവിടെ അരിയും കറിയൊക്കെ വെച്ചിട്ട് വിറക് പെറുക്കാൻ പോയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തൊണ്ണമാങ്കൽ ജിമ്മി ഉണ്ടായിരുന്നു, ജിസ്മോളുടെ ഭർത്താവ്, അമ്മ ബീന, അച്ഛൻ ഉതുപ്പ്, അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. പിന്നീട് വിറക് പെറുക്കിയിട്ട് വരുമ്പോഴത്തേക്കിന് ജിസ്മോളെയും പിള്ളേരെയും കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് പിന്നെയും വ്യക്തതയില്ലാത്ത ഒരു സംഭാഷണമാണ്. കാര്യം, വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയാണെങ്കിൽ അവരെ പഠിപ്പിച്ച് പറയുന്ന ഒരു ചിന്തയിലേക്ക് അവരുടെ സംഭാഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്, എന്തോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നീർക്കാട് പള്ളി, അതായത് ജിമ്മിയുടെ ഇടവക പള്ളിയിലാണ് ഒരു പൊതുദർശനത്തിന് ആദ്യം കൊണ്ടുവന്നത്. 1 മണിക്കൂറോളം 2 മണിക്കൂറോളം അവിടെ വെച്ചതിന് ശേഷമാണ് പാലയിലേക്ക് പോയത്. ഈ സമയത്ത് ഈ വേലക്കാരി അവിടെ വന്നില്ല. വേലക്കാരിക്ക് വരാൻ ഭയമായിരുന്നു. അപ്പോ അവിടെ എന്തോ കള്ളത്തരമുണ്ട്. രണ്ടാമത്തെ പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഡ്രൗണിങ് ഡെത്ത്, അതായത് വെള്ളത്തിൽ പോയി മരിക്കുക, ഒരു 4 മണിക്കൂറിനകം ഈ ബോഡി പൊങ്ങുക എന്ന് പറയുന്നത് അപൂർവമാണ്. ഒരു 6-7 മണിക്കൂറെങ്കിലും വേണ്ടിവരും ഇതിനകത്ത് ഡീകമ്പോസിഷൻ ഉണ്ടായി ഈ ബോഡി ജഡം പൊങ്ങി വരാനുള്ള സാഹചര്യം. അപ്പോ ഈ പറയുന്ന ചൊവ്വാഴ്ച 11 മണിയോട് കൂടിയാണ് കുട്ടി ജിസ്മോള് വെള്ളത്തിൽ ചാടുന്നത് എന്ന് പറയുന്നു. കൃത്യം 1:30 ആയപ്പോഴത്തേക്ക് 1 മണി ആയപ്പോഴത്തേക്കിന് അവിടെ ചൂണ്ടയിടാൻ വന്നവർക്ക് ഈ ബോഡി പൊങ്ങി വരുന്ന, ഒഴുകി വരുന്ന കണ്ടു. അവര് വെളിയിലെടുത്തു, ആശുപത്രി കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ 4 മണിക്കൂറിനോ ഇടയോ, ഈ 4 മണിക്കൂർ ഇന്റർവെല്ലിൽ ഈ ബോഡി പൊങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ഒരു റയർ ഫിനോമിനയാണ്. കാര്യം, പൊങ്ങി വരാൻ ഈ ഫാറ്റ് ബോഡി കണ്ടന്റ് ഉള്ളവര്, പിന്നെ ആ പിള്ളേരുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, കാര്യം കൊഴുപ്പ് കൂടിയുള്ള ശരീരമാണ്, പിന്നെ ബോൺ ഡെൻസിറ്റി കുറവാണ്. പിന്നെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ആഴക്കുറവായിരിക്കണം. ഇതവിടെ കയമുള്ളതാണ്, മീനച്ചിലാറ്റിൽ കയമുള്ള, പ്രത്യേകിച്ചും സൈൻ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്, കയമുള്ളതാണ്. അപ്പൊ ഈ ആഴം കുറഞ്ഞ ഏരിയയിൽ ബോഡി പോയെങ്കിൽ
അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് എളുപ്പം. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ആഴമുള്ള ഏരിയയിലാണ് ഈ കുട്ടി ചാടിയത്. പിന്നെ ടെമ്പറേച്ചർ അതായത് ചൂട്, നല്ല തെളിഞ്ഞു കിടക്കുന്ന മരങ്ങളൊന്നും ഇല്ലാത്ത ഈ തിളച്ച് കിടക്കുന്ന വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ എളുപ്പം ഡികമ്പോസിഷൻ ഉണ്ടായി അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതങ്ങനല്ല, ഇത് മൊത്തം ഷെയ്ഡി ഏരിയയായി. ഈ പറയുന്ന വലിയ മരങ്ങള്, തകരമരങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഷെയ്ഡി ഏരിയയാണ് ഈ പറയുന്ന സ്ഥലം. അപ്പം അവിടവും അങ്ങനല്ല. പിന്നെ കുട്ടികള് ഫാറ്റ് കണ്ടന്റ് കൂടിയതുള്ളതാണ്. പിന്നെ ബോഡി മാസ്, മസിൽ മാസ് കുറവുള്ളവരാണെങ്കിൽ എളുപ്പം ഒന്ന് പൊങ്ങി വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പം എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മണിക്കൂറിനകം ഈ ബോഡി ഈ പൊങ്ങി വരുമോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ വേലക്കാരിയുടെയും ഈ പൊങ്ങി വരാനെടുത്ത സമയം കൂടെ കണക്കാക്കി ഞാൻ എൻ്റെ ഒരു ഊഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി തലേ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഈ കുട്ടിയും അതിൻ്റെ പിള്ളേരും, കൊച്ചുകുട്ടികളും. ഇത് ജിമ്മിയുടെ വീട്ടുകാരും മറച്ചു വെച്ച് ആരും കാണാതെ ആറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുകയായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നല്. കാര്യം ഫാനിന്റെ ബ്ലേഡ് ഒടിഞ്ഞു കിടക്കുന്നു, അവിടെ വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിരുന്നാലും അടുത്ത ഈ ഒരാഴ്ചക്കകം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ചിലപ്പോൾ ഇത് വെള്ളത്തിൽ വീണ് മരിച്ചതല്ലായിരിക്കാം എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ കല്യാണം ഏകദേശം ഒരു 6 വർഷം മുമ്പായിരുന്നു കല്യാണം നടന്നത്. ആർഭാടകരമായിട്ടുള്ള ഒരു കല്യാണമാണ് നടന്നത്. ഒരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അവരുടെ പൈസ അവർ ചെലവാക്കുന്നു. അപ്പം ഈ കല്യാണം ഇത്രയും ആർഭാടമായിട്ട് നടത്തുന്നതിന്റെ കാര്യം എന്തിനാണ്? കാര്യം എന്താണ്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് നടത്തുന്നത്, അല്ലെ? അല്ല, കാണിക്കാൻ വേണ്ടി നടത്തുന്നു എന്നുള്ളത് തെറ്റല്ല. പക്ഷെങ്കിൽ ഈ കാണിക്കാൻ വേണ്ടി നടത്തുന്ന കല്യാണം, അതിനകത്തൊരു എക്കച്ചക്കൽ വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗവും പെണ്ണിന്റെ കൂട്ടരായിരിക്കും കോമ്പൻസേറ്റ് ചെയ്ത് എന്ത് സാഹചര്യമാണെങ്കിലും നീ ആ ജീവിതം നയിച്ചു പോകും എന്ന് പറയാറുള്ളത് 90%. കാര്യം അവർ വിചാരിക്കും, ഞാൻ ഇത്രയും ആർഭാടം അല്ലെങ്കിൽ ഇത്രയും നാടിനെയും നഗരത്തെയും അറിയിച്ച് നടത്തിയ ഒരു കല്യാണം തകർന്നു പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും പേരൻസിന്. ഈ ജീവിക്കുന്നവർക്കല്ല, പേരൻസിനാണ്. അപ്പൊ പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ പേരൻസ് അവരെ കോമ്പൻസേറ്റ് ചെയ്യും. അയ്യോ അടി മോളെ, അങ്ങനെ ചെയ്യരുത്, അത് ക്ഷമിക്ക്, ജീവിതമാണ്, എല്ലാവരും അങ്ങനെയാണ്, നീ അത് അടങ്ങും. ഇതനുസരിച്ച് ഈ പെണ്ണുങ്ങള് മാനസികമായി ഡൗൺ ആയി വരും. പ്രത്യേകിച്ചും ഭർത്താവിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അവള് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വീക്കായി പോവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു മാനസിക രോഗത്തിലേക്ക് വേണേൽ എടുത്തു ചാടാൻ ഉള്ളൊരു വഴിയൊരുക്കും. അത് ഞാൻ പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും അവര് തമ്മിൽ യോജിച്ച് ചേർന്ന് മാനസികമായി ഐക്യമുണ്ടെങ്കിൽ ഒരു രജിസ്റ്ററിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇനിയും വരും കാലയളവിൽ, ഇനിയും വരും തലമുറ ഈ പറയുന്ന ആർഭാടപൂർവമായിട്ടുള്ള കല്യാണം അതൊരു അരോചകമായി കാണാൻ ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാര്യം ഇനിയും വരും തലമുറ കാണും ഇത്രയും ആർഭാടം വെച്ച് ഒരു കല്യാണം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളത്. കാര്യം ജീവിക്കേണ്ടത് ഈ പെണ്ണും ചെറുക്കനുമാണ്, അല്ലെ? അല്ലാതെ നമ്മൾ ആർഭാടപൂർവം ഒരു കല്യാണം നടത്തി അതിനകത്ത് എന്തു ഭംഗം വന്നാലും, അതായത് പിന്നീടുള്ള കുടുംബ ജീവിതത്തിൽ അതൊരു ഭംഗം വന്നാലും അത് കോമ്പൻസേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെറുക്കനെയാണെങ്കിലും പെണ്ണിനെയാണ്. പെണ്ണുങ്ങളാണ് കൂടുതൽ ഇങ്ങനെയുള്ള മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത്, അല്ലെ അവിഹിതത്തിലേക്ക് പോകും, കുടുംബ കലഹത്തിലേക്ക് വരും, അല്ലെ? ഇപ്പൊ ഈ ജിസ്മോളുടെ കേസ് തന്നെ, ഈ പെൺകുട്ടി അഡ്വക്കേറ്റ് ജിസ്മോള് പാലായിലെ ഒരു ജനപ്രതിനിധിയായിരുന്നു, ഒരു വക്കീലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ജിമ്മി കല്യാണം കഴിച്ചപ്പോഴേ അവന്റെ ആദ്യത്തെ ആവശ്യം എന്തെന്ന് പറഞ്ഞാൽ ആ രാജിവെക്കുക, ആ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ട് അവന്റെ കൂടെ വന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിനകത്ത് തന്നെ
ഒരു അനിഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പെണ്ണിനെ സംബന്ധിച്ചുള്ള ആ പെണ്ണിന് ഇഷ്ടമുണ്ടായിട്ടാണ് മത്സരിച്ച്, ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് ആ പെണ്ണിനെ തെരഞ്ഞെടുത്തു. അത് ഉപേക്ഷിച്ച് ആ പെണ്ണിൻ കുടുംബ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ അവന്റെ ഇഷ്ടത്തിന് ഇവിടെ ഇഷ്ടത്തിനെ, അതായത് ജിസ്മോളുടെ ഇഷ്ടത്തിനെ ബലി കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നീടുള്ള ജീവിതത്തിൽ വെറും 6 വർഷക്കാലമേ ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചത്. പിന്നീടുള്ള ജീവിതത്തിൽ മൊത്തം ഈ കുട്ടി കോമ്പൻസേറ്റ് ചെയ്ത് ഇവനെയും ഇവന്റെ കുടുംബത്തിനെയും ഇവന്റെ പെങ്ങളെയും അല്ലെങ്കിൽ ആ കുടുംബത്തിനെയും ദൈവത്തെ പോലെ കണ്ട് ഒരു വേലക്കാരിയായിട്ട് അവിടെ ജീവിക്കുക ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഒരു കാരണവും ഞാൻ ഈ മരണത്തിന് നോക്കി നിൽക്കേണ്ടതായ ഒരു കാരണം ഞാൻ കാണുന്നത് ജിസ്മോളുടെ അച്ഛനിലാണ്. കാര്യം ജിസ്മോളുടെ അച്ഛൻ നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, എടി മോളെ നീ ഇങ്ങ് വാ, നീ ഒന്നും പേടിക്കണ്ട, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു മനസ്സമാധാനവും ഒരു മനത്തൻ്റെടവും കിട്ടിയേനെ, ഇല്ലേ? അപ്പോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറയുന്നത് അത് ജീവിക്കാൻ വേണ്ടി രണ്ടു പേരും ജീവിച്ചു ഒരു 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 പ്രജനനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനസന്തോഷത്തിന് വേണ്ടി ഈ ആണും പെണ്ണും തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയായി മാത്രം കല്യാണത്തിനെ കാണണം. എന്നാലേമേ ഉള്ളൂ. അല്ലാതെ സമൂഹത്തിനെ കാണിക്കാനും ഈ ആർഭാടങ്ങൾ കാണിക്കാനും ഒരു കല്യാണം നടത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഏതൊക്കെയായാലും ഒരു സാധു 32 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാസമ്പന്നയായ ഒരു കുട്ടിയും അതിൻ്റെ 1, 2, 4, 5, 4, 2 വയസ്സുള്ള അവരും ആ ചേതനയറ്റ ശരീരം കാണുമ്പോൾ വാസ്തവത്തിൽ കരച്ചിൽ വരും. സത്യം പറഞ്ഞ ശരിക്ക് കരച്ചിൽ വരും. ഇങ്ങനെയൊരു കുടുംബാവസ്ഥ ഇനി നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.